അല്ല ഇത് ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലല്ലോ. ഇന്ന് എഴുന്നേക്കുന്നില്ലേ ഇനി? എഴുന്നേക്കുന്നില്ലേ? നേരെ ഇത് എത്രയായെന്നും പറഞ്ഞോണ്ടാ? എന്തൊരു കിടപ്പാ? ഭയങ്കര വയറുവേദനയമ്മേ. സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് എന്താന്നറിയത്തില്ല, വേദന കൂടുതലാ. ഉം. ഇന്നത്തേക്കുള്ളതായി. ഓ ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചേക്കുവാണ് ആർക്കറിയാം. ഒരു സാധനം തട്ടിയാലും കാണില്ല. ഒരു 100 കൂട്ടം പാത്രങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ എവിടെ പോയി ഇതൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും വല്ലതും പറയണോ? എന്നെ പണി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണം. രാവിലെ ഏറ്റുണ്ടെങ്കിൽ ദൈവമേ ചിലത് സ്വപ്നമായിട്ട് വിചാരം പറ്റിയില്ല. ദൈവമേ ഒന്നും പറയണ്ട. എന്റെ ദൈവമേ, എന്തൊരു വേദനയത്. ഇതെന്താ മുഖം ഇങ്ങനെ കടന്നല് കുത്തിയതുപോലെ ഇരിക്കുന്നേ? ഓ എന്റെ പൊന്നു സുധേ, പണിയെടുത്ത് പണിയെടുത്ത് മനുഷ്യന്റെ നടുപൊടി. മകന്റെ ഭാര്യയാന്ന് പറഞ്ഞ് ഒരുത്തിയുണ്ട്, കേറി കിടക്കുവോ, വയറുവേദനയാന്ന്. ഇന്നത്തേക്കുള്ളതായി. വേദനയായിട്ടായിരിക്കും. ഇപ്പം പീരീഡ്സ് ആകുന്ന ഇപ്പത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര വേദനയാന്നേ. അതുകൊണ്ടായിരിക്കും വന്ന. ഓ എന്ത് വയറുവേദനയാന്ന് ഈ പറയുന്നത്? നമുക്കൊക്കെ ഉണ്ടായിരുന്ന വയറുവേദന നമ്മളൊക്കെ മാറി കിടന്നിട്ടുണ്ടോ? കിടക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക്? വയറൊരു തുണി എടുത്ത് അങ്ങ് മുറുക്കി കെട്ടി എല്ലാ പണിയും അങ്ങ് എടുക്കും. എന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം നിനക്ക് അറിയായിരുന്നല്ലോ. എന്റെ ദൈവമേ, ഒന്ന് കിടക്കണം പകലെങ്ങാനും. എന്റെ തല തിന്നുമായിരുന്നു. ആ തള്ളം മരിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് നേരെ രൂപ ശ്വാസം ഒന്ന് വിട്ടത്. ഇതേ ഇവക്ക് സുഖം കൂടിപ്പോയിട്ടാ ഞാനൊരു പാവമായിപ്പോയി. അല്ല അന്നേരം കൊച്ചു സ്കൂളിൽ പോയോ? ആര് സ്കൂളിൽ വിടാൻ വേണ്ടിട്ട്? എന്റെ കൈ ഇത് ഒരാളെ എവിടെയൊക്കെ ഞാൻ ഓടിയെത്തണം. സ്കൂളിലൊന്നും പോയിട്ടൊന്നുമില്ല. എന്നെ കൊണ്ട് വയ്യ. വീട്ടിലെ പണി എടുത്തിട്ട് ചെറുക്കനെ ഒരുക്കി സ്കൂളിലോട്ട് വിടാൻ വേണ്ടിട്ട്. ഓ എന്റെ എടി, അതിനെ എങ്ങനെയെങ്കിലും ഒരുക്കി വിടത്തില്ലായിരുന്നോ? സ്കൂളിൽ ഇപ്പൊ പോയില്ലെങ്കിൽ ഒരു ക്ലാസ് പോയാൽ എന്തോരം കഷ്ടമാണ്. സാരമില്ല, 1-ാം ക്ലാസ്സിലല്ലേ, ഒരു ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ല. കൊച്ചുങ്ങളൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഉത്തരവാദിത്തം വേണം. കേറി കിടക്കുമല്ല വേണ്ടത്. ഹോ അതാണെങ്കിൽ കുരുത്തം കെട്ട കൊച്ചെന്ന് പറഞ്ഞ് എന്തൊരു കുരുത്തക്കേടാ എന്റെ ദൈവമേ. ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ കുരുത്തം കെട്ട പിള്ളേരെ ഒന്നും. അതങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി അങ്ങ് വെച്ചേക്കുമല്ലേ. പിള്ളേരെ വഴിക്ക് വളർത്താൻ അറിയാവോ? സ്കൂളിൽ പോയില്ലെങ്കിൽ പോണ്ടെന്നേ. പിള്ളേരെ സ്കൂളിൽ വിടേണ്ടവരെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരുക്കി സ്കൂളിൽ വിടണം. മാറി കിടക്കുമല്ലേ, കുറച്ചു മൂടി അങ്ങ് കിടക്കുക. കുറച്ചു മൂടി സുഖമല്ലേ, ഫാനും ഇട്ട് അങ്ങ് കിടന്നാ മതിയല്ലോ. എന്നാ ശരി. എഴുന്നേറ്റോ? കുറച്ച് നേരത്തെ എഴുന്നേക്കുവാണെങ്കിൽ ആ കൊച്ചിനെ ഒരിക്കൽ സ്കൂളിൽ വിടത്തില്ലായിരുന്നോ? വല്ല ഉത്തരവാദിത്വം പോലും ഉണ്ടോ നിനക്ക്? ഒരു കൊച്ചിനെ തള്ളയാന്നുള്ള വല്ല വിചാരം ഉണ്ടോ? അതിന്റെ പഠിപ്പ് കളയാൻ വേണ്ടിട്ട്. നീയോ മര്യാദയ്ക്ക് പഠിച്ചുമില്ല, ഒരു ജോലിയില്ല, ഒരു കൂലിയില്ല. ഇനി അതിന്റെ ഭാവിയും കൂടെ കളയാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശമാണോ? ആരൊരിക്കൽ വിടുമെന്നാ ഓർത്ത കൊച്ചിനെ? തീരെ പറ്റാത്തോണ്ട് അമ്മേ. ഭയങ്കര വേദനയായിരുന്നു ഇന്ന്. എല്ലാ മാസവും വേദന ഉണ്ടാവും, പക്ഷെ ഇന്നത്തെ വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ടാ, വേദനയുടെ ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ. കണ്ട ഗുളികയൊക്കെ എടുത്ത് കഴിക്കും. ഈ ഗുളിക എല്ലാം കൂടെ കഴിച്ച് ലാസ്റ്റ് കിഡ്നിയും കൂടെ കളാം. എന്നിട്ട് ബാക്കിയുള്ളൊരു ചുമക്കാലോ അല്ലെ? എന്റെ മോനായിട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി. ഇതൊക്കെ എല്ലാവർക്കും ഉള്ള വേദന. ഇതിന് ഇമാതിരി ഗുളികയൊന്നും വലിച്ചു വാരി കയറ്റി കഴിക്കണമെന്നൊന്നുമില്ല. കുറച്ചൊക്കെ സഹിക്കണം പെൺപിള്ളേര്. കൊള്ളാലോ, നീ എന്തായാലും ഒന്ന് പെറ്റതല്ലേ, അത്ര ഒന്നുമില്ലല്ലേ വേദന. ഗുളിക കഴിക്കുന്നു. ഇത് മൊത്തം നന്നായി ഇവിടെ ഉണ്ട്. എന്റെ പൊന്നു സുധേ, നീ കൊണ്ടോക്കോ സുധേ. ഇനിയിപ്പൊ ഇവിടെ ആരും ഇരിക്കാൻ വേണ്ടിട്ടാ, നീ കൊണ്ടുപോയിക്കോ. അല്ല അവളെന്തീ? പെണ്ണിനെ കണ്ടില്ലല്ലോ വന്നിട്ട്. ഇവിടെ പുറത്തോട്ട് പോയേക്കുവാ. കൊച്ചിനെ ഏതാണ്ട് മേടിക്കണമെന്നോ ഒന്ന് ആശുപത്രി കാണിക്കണമെന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു. കയ്യിൽ 5 പൈസയില്ല, ഒരു ജോലിയില്ല, കൂലിയില്ല. ചെറുക്കന്റെ പൈസ തീർക്കാൻ വേണ്ടിട്ട് ഇന്ന് കൊച്ചിനെ കൊണ്ട് പോയേക്കുവാണ്. എന്റെ പൊന്നു സുധേ, എങ്ങനെയാ പറയാതിരിക്കുന്നത്? ഒരൈശ്വര്യവും ഇല്ലാത്തൊരു പെണ്ണ്. മുഖത്തോട്ട് നോക്കിയാലും ഒരൈശ്വര്യം ഇല്ല. അത് മാത്രമാണോ? വന്ന് കയറിയാൽ ഈ കുടുംബത്തിന് ഒരു പുരോഗതി ആകട്ടെ ഒന്നുമില്ല. ഒരു വന്നു കയറുന്ന പെണ്ണിന്റെ ഇതൊന്നും കേൾക്കിയല്ലേ. അതൊക്കെ എനിക്ക് ആദ്യം വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ എനിക്ക് നേരം. ഒരു രോഗം മാറിയ ഒരു നേരമില്ല. അവനായിക്കോട്ടെ പഴയ ഒരു പ്രസരിപ്പും ഒരു ഉഷാറും ഉന്മേഷവും ഒന്നുമില്ല. കൊച്ചിന് വേഗം നേരം അസുഖം, എനിക്കുവാണെങ്കിൽ അങ്ങോട്ട് ക്ഷീണവും. എന്നാ പെണ്ണ് വന്ന് കയറിയ പിന്നെ ഒരു സ്വസ്ഥതയില്ല. ഒരു ഐശ്വര്യം കെട്ട ഒരു പെണ്ണ്. ദൈവമേ, അതൊക്കെ എന്റെ മോള്. അയ്യോ, അവള് ചെന്ന് കയറിയ വീട്ടിലെന്ന് പറഞ്ഞാല് ഒരു വൃത്തിയും വരില്ലാതിരുന്ന വീടായിരുന്നേ. പെണ്ണങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ആ വീടങ്ങ് നല്ല കണ്ണാടി പോലെ അങ്ങോട്ട് തിളങ്ങുക. അത്രയും ഒരു വൃത്തിയും വരെയൊക്കെ. ഇവിടെ ഒരു പണിയും ചെയ്യാതിരുന്ന വെമ്പച്ച കെട്ടിച്ച് വിട്ട വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എന്റെ ദൈവമേ, പണിയാ. പിന്നെ അതുപോലെ തന്നെ മുറ്റവും പരിസരവും ഒക്കെ കിടക്കുന്ന കാണണം. അങ്ങനെ ആ പെൺപിള്ളേര് ഇതൊരെണ്ണം വന്ന് കേറിയിട്ട് ഒരു ഉള്ള വീടിന്റെ ഉള്ള ഐശ്വര്യവും കൂടെ പോയി. ചിലത് വന്ന് കയറിയ കൊലം മുടിയൂന്നാ കേട്ടിട്ടുണ്ട്.
എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഇപ്പൊ നിന്റെ മോൻ കെട്ടിപ്പോയില്ലേ. ആ, നോക്കാതെ അനുഭവിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹും. ഉം. ആ, നീ വന്നോ? ഓ, സമയം 5:05 കഴിഞ്ഞ് 6 മണിയാകാറല്ലേ? ഓ, ദൈവമേ, വൈകുന്നേരം ഇപ്പൊ ഇരുട്ടാവും. ഞാനാണെങ്കിൽ ഒന്ന് കുളിച്ചിട്ടും ഇല്ല ചെറുക്കാ. പണിയല്ലേ, ഈ വീട്ടിലെ പണി വല്ലതും തീരുവോ? എല്ലാ സ്ഥലത്തും എന്റെ കൈയും കണ്ണും എത്തണം. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഓഹ്, പ്രായമായാലെങ്കിലും കുറച്ചു നേരം എവിടെയെങ്കിലും മാറി ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ്ടേ? കഷ്ടപ്പാടാ. ജീവിതത്തിനെ കെട്ടിക്കൊണ്ട് വന്ന എനിക്ക് ഇച്ചിരി സമാധാനമാകുമെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ എന്റെ ദൈവമേ, ഒരവശത പിടിച്ച ഒരു സാധനം. ഏത് നേരം അസുഖമായി. എന്റെ ദൈവമേ, പറയണ്ട. അമ്മ എന്തിനാ അവളുടെ കുറ്റം നാട്ടുകാരോട് പറഞ്ഞു കിടക്കുന്നേ? ഞാൻ ആരോട് എന്ത് പറയുന്നതാടാ നീ പറയുന്നത്? ഇവിടെ കിടന്ന് വരുന്ന പറയുന്നല്ലാണ്ട് ഞാൻ ആരോട് നിന്റെ ഭാര്യനെ കുറിച്ച് എന്ത് പറയുന്ന നീ പറയുന്നത്? ഓ, ഭാര്യയുടെ തലയുടെ മന്ത്രമായിരിക്കും. അവൾ ഓരോന്നും പറയുന്ന കേട്ടോണ്ട് നീ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് കേട്ടോ. നിന്റെ അമ്മയാ ഞാൻ. നീ എന്നെ ഇവിടെ വന്നതിന് ശേഷമാണോ നീ എന്നെ കാണാൻ തുടങ്ങിയത്? ആണോ? നീ എന്നെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ? ഓ, ഭാര്യ ഓരോന്നൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അതും കേട്ടിട്ട് നീ അമ്മേനെ ചോദ്യം ചെയ്യാൻ വന്നേക്കുവാ. സുധയുടെ മോൻ എന്നോട് വന്ന് പറഞ്ഞല്ലോ. ഓ, എന്റെ പോന്നെ, സുധയുടെ മോൻ വന്ന് നിന്നോട് പറഞ്ഞു തന്നു അവള് വീട്ടിൽ പോയി വല്ല വിശ്വസിക്കുന്ന കാര്യവും പറയണം കേട്ടോ. ആ, സുധയുടെ മോൻ വന്ന് പറഞ്ഞു തന്നു നിന്നോട്. എന്താന്ന് വെച്ചാൽ അയക്കും. ഞാനൊന്നുമില്ല. നീ നിന്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ട് നീ അമ്മേനെ നീ വെറുത്തും ശത്രുവായിട്ട് കണ്ടു. എനിക്കൊന്നുമില്ല കേട്ടോ. ആ, എനിക്ക് ഇപ്പൊ നീ ദേഷ്യപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല, അവള് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, മിണ്ടിയില്ല, എനിക്കൊരു പ്രശ്നമില്ല. അമ്മ, ഞാൻ ചേട്ടനോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഓ, പിന്നെ നീ ഒന്നും തലയണ മന്ത്രം ഓതി കൊടുക്കാതെയാണോ അവനെന്നെ ചോദ്യം ചെയ്യാൻ വന്നത് കുറച്ചു മുന്നേ? ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. സുധ നിന്നോട് പലതും പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് പെണ്ണുങ്ങളുടെ സ്വഭാവം. ഇവിടെ കേട്ടത് അവിടെ പോയിട്ട് പറയും, പറയാത്ത കാര്യം പറയും. അതുടനെ പോയിട്ട് അവനോട് പറഞ്ഞു കൊടുത്ത് അവനെ കൊണ്ടിട്ട് എന്നെ മുക്കി കയറ്റുകയാണ് വിചാരിച്ച നീ? എനിക്ക് പേടിയൊന്നുമില്ല അവനെ കേട്ടോ. എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഏറ്റ് ഞാൻ തൊഴിലുറപ്പിന്റെ പണിക്കും പോയി കിട്ടുന്ന കൂലിപ്പണിയൊക്കെ എടുത്ത് തന്നെയാണ് ഞാനും ജീവിക്കുന്നത്. എനിക്കിപ്പോ അവനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ പറഞ്ഞത്. ആ, ഞാനൊന്നും നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും നിന്നെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല കേട്ടോ. ഒരു ഉഷാറും ഇല്ല, ഒരു ഇതുമില്ലാത്ത വെണ്ണാന്ന് എല്ലാവർക്കും അറിയാം. എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് പറയാം. നീ വന്ന് കയറിയപ്പിന്നെ ഈ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഒരു രോഗമാവട്ടെ. പിന്നെ ഇങ്ങനെ എപ്പോഴും ഒരു ചിലത് വന്ന് കയറിയാന്ന് പറയേന്. അത് നിന്റെ കാര്യത്തില് സത്യമാണ്. പിന്നെ മകൻ കെട്ടിക്കൊണ്ട് വന്നല്ലോ എന്ന് ഓർത്ത് കടന്ന അനുഭവിക്കുവാ നീനെ. ഓ, എന്റെ ദൈവമേ, ഇപ്പോഴെങ്കിലും വീട് പണിയാൻ വേണ്ടി നിനക്ക് നിന്റെ കെട്ടിയോന്നും തോന്നിയല്ലോ. എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ എത്ര നാളുകൊണ്ട് നിന്നോട് പറയുന്നു ഒരു വീട് തല്ലി കൂട്ടാൻ വേണ്ടിട്ട്. അല്ലാണ്ട് ഏത് നേരം അച്ഛന്റെ അമ്മേന്റെയും ചെറുകിന്റെ ഇടയിൽ ഇങ്ങനെ കഴിയാൻ പറ്റുമോ? സ്വന്തമായിട്ടൊരു വീടൊക്കെ തല്ലി കൂട്ടണ്ടേ? വീട് പണി തുടങ്ങാനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷെ കയ്യിലാണെങ്കിൽ 5-ന്റെ പൈസ ഇല്ല. അത് വേറെ കാര്യം. പൈസയുടെ കാര്യം ഒന്നും ഓർത്ത് നീ ഇനി പേടിക്കണ്ട. നിനക്കല്ലേ ഒരാങ്ങളെ ഉള്ളത്. എന്ത് പൈസയുടെ പണി എടുക്കുന്നുണ്ട് അവൻ? എന്തായാലും നിനക്ക് പൈസ തരും അവൻ. സഹായിക്കാതൊന്നും അവൻ ഇരിക്കുകയല്ല. അമ്മ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. പിന്നെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരുത്തി ഉള്ളത് അവന് വെറും പൊട്ടിയ. അവള് പറയുന്നൊന്നും അവൻ കേൾക്കുകയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനോട്ട് പറയാനോട്ട് അതിന് അറിയത്തുമില്ല. അത് വേറെ കാര്യം. പിന്നെ അവന് കുറെ ചിട്ടിയും കുറിയും ഒക്കെ ഉണ്ട് പെണ്ണെ. അതൊക്കെ വിളിച്ച് നിന്നെ നീ പെങ്ങളെ വീട് പണിയുമ്പോൾ സഹായിക്കാതിരിക്കുവോ? പിന്നെ അമ്മയുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്. അത് അമ്മ അങ്ങ് തന്നേക്കാം. പിന്നെ കുറച്ച് സ്വർണം വിൽക്കാം, ലോൺ എടുക്കാം. അങ്ങനെയൊക്കെ അങ്ങ് വീട് പണിയൊക്കെ അങ്ങ് നടക്കുമെന്നേ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ വീട് പണി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാമേ. എന്റെ പൊന്നു കുഞ്ഞെ, എല്ലാരും ഈ കയ്യില് പൈസയും വെച്ചോണ്ടാണോ പിന്നെ വീട് പണിയാൻ തുടങ്ങുന്നത്? കൈ നിറച്ച് കാശും വെച്ചോണ്ടല്ല ആരും വീട് പണിയാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങ് തുടങ്ങുമല്ലേ അപ്പൊ എങ്ങനെയും അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോയിക്കോളും. സ്വർണ്ണമൊക്കെ എടുക്കാന്ന് പറഞ്ഞാ പിന്നെ സ്വർണം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പാടല്ലേ അമ്മേ? എന്തൊരു വിലയാ സ്വർണത്തിന്. പിന്നെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അതുകൊണ്ട് സ്വർണ്ണമൊക്കെ എടുത്ത് ചെലവാക്കിയാൽ എങ്ങനെയമ്മേ? അതിന് നിന്റെ സ്വർണ്ണം ഒന്നും തൊടണ്ട. എന്റെ ദൈവമേ, സ്വർണ്ണം വില നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിട്ട്. അയ്യോ, എന്റെ ദൈവമേ, സ്വർണ്ണം എടുത്തേക്കരുത്. പിന്നെ സ്വർണ്ണം നമ്മൾ മേടിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ സ്വർണ്ണം നിന്റെ ആങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെന്നേ. അത് നമുക്ക് മേടിച്ചങ്ങോട്ട് വിൽക്കാം. പഴയം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എടുക്കാനൊന്നും നടക്കൊന്നുമില്ല. അതങ്ങ് വിൽക്കാൻ കുറച്ച് സ്വർണം അവള് തരും. അവളുടെ നിന്ന് മേടിച്ചെടുക്കാനൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കും. അവൾക്ക് തന്നെ ഈ സ്വർണ്ണം എല്ലാം കൂടെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോ അതുകൊണ്ടിട്ട് അവളുടെ നിന്ന് മേടിക്കാം. ഓ, ഇപ്പഴാ ഒരു സമാധാനമായത്. എനിക്കറിയായിരുന്നു അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുമെന്ന്. എന്തായാലും ഇപ്പൊ ആശ്വാസമായി. ലോൺ എടുത്താലും ആങ്ങളെയും കൂടി സഹായിക്കുമെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. നല്ല രീതിക്ക് തന്നെ വലിയൊരു വീട് വെക്കാലോ. ഓ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇതാണ് അമ്മയുടെയും മോളുടെയും പ്ലാൻ അല്ലേ? മറ്റുള്ളവര് സംസാരിക്കുന്നത് ഇങ്ങനെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ ചീപ്പാന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരൂല.
അവരാ സംസാരിക്കുന്നതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ ചേട്ടൻ നേരിട്ട് കേൾക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തെടുത്ത് കേൾപ്പിച്ചത്. ഇതായിരുന്നു അമ്മയുടെയും മോളുടെയും ചർച്ച. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമ്മൾ ബുദ്ധിപൂർവ്വം നീങ്ങിയത് നന്നായി. അത് നിന്റെ സമ്മതം ഇവിടെ ആരാ ചോദിച്ചത്? നിന്റെ സമ്മതമൊന്നും വേണ്ട. എനിക്ക് എന്റെ മോനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അതെന്താ അമ്മേ? എന്റെ സ്വർണം അല്ലേ? അപ്പൊ എന്റെ സമ്മതം വേണ്ടേ? അയ്യോ, എന്ത് സ്വർണം, എന്ത് നിന്റെ സ്വർണം? അത് നിന്നെ നോക്കുന്നതിനുള്ള കൂലിയായിട്ട് നിന്റെ വീട്ടുകാർ തന്നതാന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി. അത് ഞങ്ങൾക്ക്. നിനക്ക് വല്ല ജോലിയും കൂലിയും ഉണ്ടോ? ഒന്നും സമ്പാദിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. പിന്നെ നിന്റെ കാരണവര് വീട്ടിൽ 25 പവന്റെ സ്വർണം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും പറയാത്തത്, ഒരു ഉപകാരം ഇല്ലാഞ്ഞിട്ടും. അതിന് തരാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല. 25 പവനകത്ത് ആകെ 5 പവനെ എന്റെ കയ്യിലുള്ളൂ ഇപ്പൊ. ബാക്കി സ്വർണം എന്തി? കൊള്ളാം. അപ്പൊ കാർന്നോപ്പടി ഞങ്ങളെ കാണിക്കാൻ വേണ്ടി 25 പവന്റെ സ്വർണം തന്നേച്ച് അങ്ങേരെ അത് തിരിച്ചു മേടിച്ചു ഓരോരോ ആവശ്യം വന്നപ്പം, അല്ലേ? കൊള്ളാലോ. അയ്യോ, നാണം കെട്ട വർഗങ്ങള്. ഒരു വാക്ക് പോലും നീ എന്നോട് പറയട്ടെ, നീ നിന്റെ വീട്ടിലോട്ട് കൊണ്ട് കൊടുത്തു സ്വർണം, അല്ലേ? മിടിക്കാണല്ലോ നീ. ഓ, തന്തയൊരു ചേട്ടൻ തന്നെ. ഇത് എന്റെ അച്ഛനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, കേട്ട് നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. നാക്കുണ്ടപ്പം. ഓ, പാവം പോലെ നാക്കും വായിൽ ഉള്ളി വെച്ചിട്ട് അങ്ങ് അഭിനയിച്ചതായിരുന്നു, അല്ലേ? അഭിനയിച്ച് പാവം പോലെ നിന്നൊന്നും അല്ല. നട്ടലുയർത്തി നിന്ന് സംസാരിക്കാനുള്ള സമയമായിട്ടില്ലായിരുന്നു. സമയമോ? എന്ത് സമയം? അതെ, സമയം. എന്റെ സ്വർണം വിറ്റിട്ട് ഞങ്ങളൊരു വീട് വെച്ചു. 25 പവന്റെ അകത്തുനിന്ന് 20 പവൻ സ്വർണം വിറ്റു. എന്നിട്ട് സ്ഥലവും മേടിച്ച് ഞങ്ങളൊരു വീട് വെച്ചു. കുറച്ച് പൈസ ലോൺ കൊടുത്തിട്ടുണ്ട്. എന്റെയും ചേട്ടന്റെയും പേരില സ്ഥലം വാങ്ങി വീട് വെച്ചത്. അമ്മേന്റെ കൂടെ ജീവിച്ച് മടുത്തിട്ടമ്മേ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പിന്നെ അമ്മയും അമ്മയുടെ മകളും കൂടെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. നല്ല പ്ലാനായിരുന്നു. പക്ഷെ നടക്കൂലമ്മേ. ഞാനങ്ങനെ വെറും പൊട്ടിയൊന്നുമല്ല സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. പറ്റത്തില്ല. ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇങ്ങനെ എന്നും കരഞ്ഞ് സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. എന്റെ മകനെ പോലും എനിക്ക് സ്വസ്ഥമായിട്ട് സ്നേഹിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും പറ്റുന്നില്ല. അമ്മേനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. എങ്ങനെയാ പരസ്പരം കണ്ടുകൂടാതെ ഒരു വീട്ടിൽ ജീവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഇനി എന്ത് കാര്യത്തിന്? ഈ വീട് അവനുള്ളതല്ലേ? പിന്നെ എന്ത് കാര്യത്തിനും വേറെ വീട് വെക്കാൻ വേണ്ടിട്ട് പോയി? ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അപ്പം? ഞങ്ങൾക്ക് പ്രായമായി. ഒരാവശ്യം വരുമ്പോ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ ഞാനിനിയിപ്പം വേറെ വണ്ടിയും വിളിച്ച് വേറെ ആൾക്കാരുടെ സഹായം തേടണോ? എന്ത് കാര്യത്തിന് വേറെ വീട് വെക്കുന്നത്? എന്ത് കാര്യത്തിന്? എന്റെ ദൈവമേ, അത് മാത്രമാണോ? ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഈ പണിയെല്ലാം എടുത്തു വെച്ചത്? ഞങ്ങളോടൊരു വാക്ക് ചോദിച്ചോ? ഇത് നടക്കൊന്നുമില്ല. ഇനി വീട് വെക്കണമെങ്കിൽ അത് ഇവിടെയാ വെക്കേണ്ടത്. ഇത് പൊളിച്ചേച്ച് വേണം വേറെ വീട് വെക്കാൻ വേണ്ടിട്ട്. അമ്മ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്തായാലും അടുത്ത ആഴ്ച വീടിന്റെ പാലുകാച്ചൽ നടത്തണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എടാ മോനെ, എന്നാലും നീ ഞങ്ങളെ കുറിച്ച് ഓർത്തില്ലല്ലോ. ഇവളുടെ വാക്കും കേട്ടിട്ട് കൊള്ളാടാ. എന്തായാലും അമ്മ പേടിക്കണ്ട. അമ്മയുടെ മകനും കൊച്ചുമോനും എന്തായാലും അമ്മേനെ കാണാൻ എപ്പോഴും വരും. എന്നെ അമ്മയ്ക്ക് കണ്ടുകൂടാത്തുള്ളൂ. ഞാൻ അമ്മയുടെ മുന്നിൽ വരാതിരുന്നാ പോരെ. അമ്മ അങ്ങോട്ടും വരണ്ട.